ഞാൻ സാവ്യ. നിങ്ങളിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച എൻ്റെയും അമ്മയുടെയും കുറച്ച് വിശേഷങ്ങളുമായി നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വന്നിരുന്നു. അന്നു പറഞ്ഞു തീരാത്ത കുറച്ച് വിശേഷങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്നും വന്നത്. അമ്മയാണ് എൻ്റെ ദൈവവും സ്നേഹവുമെല്ലാം. അമ്മയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല. കുന്നത്താനത്ത് എന്നെപ്പോലുള്ള കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന സ്ഥാപനത്തിലെ ഒരു സിസ്റ്റർ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ സഹനങ്ങൾ അറിഞ്ഞിട്ട് എന്നെ അവരുടെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. എന്നെ കൈമാറുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അവർ എന്നെ കൊണ്ടുപോകും. ശരിക്കും എനിക്ക് ആദി കൂടി. അതിനേക്കാൾ ഉപരി എൻ്റെ അമ്മയ്ക്കും. സങ്കടം ഞങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകളിൽ തളം കെട്ടി. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അമ്മ പറഞ്ഞു വിട്ടാൽ പോകണം, വേറെ നിവർത്തിയില്ല. അമ്മ എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നോമിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ. എന്നിട്ട് സിസ്റ്ററോടും കൂടെ വന്ന ആളുകളോടുമായി പറഞ്ഞു, അങ്ങനെ കുട്ടിയെ ഞാൻ വിട്ടുതരില്ല. കാര്യം എനിക്ക് വളരെയേറെ കഷ്ടപ്പാടുണ്ട്. എന്നാലും ഇവനെ എങ്ങനെയെങ്കിലും കുറച്ച് പഠിപ്പിച്ച് സാമാന്യ വിദ്യാഭ്യാസം നൽകണം. ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് ഇവനെ വിട്ടു നൽകാൻ മനസ്സനുവദിക്കുകയില്ല എന്ന്. എൻ്റെ ശ്വാസം നേരെ വന്നു. കാരണം അമ്മയായിരുന്നു എൻ്റെ ആശ്രയം. പുഞ്ചിരിയോടെ അമ്മ പറയുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ചിറകില്ലാത്ത മാലാഖ എന്നാണ്. പൊക്കിൽ കൂടി വിച്ഛേദിച്ചെങ്കിലും ഞങ്ങളുടെ മനസ്സും ആത്മാവും ഒന്നായിരുന്നു. ഒരുപക്ഷെ സയാമീസ് ഇരട്ടകളെ പോലെ. അമ്മയുടെ 25-ാം വയസ്സിലാണ് ഞാൻ ജനിച്ചത്. അന്നു മുതൽ ഇന്നുവരെ 6 മാസമെത്തിയ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ ദേഷ്യമോ സങ്കടമോ ഇല്ലാതെ പൂർണ്ണ സന്തോഷത്തോടെ ദൈവീകമായ ഉൾക്കരുത്തോടെ അമ്മ എന്നെ പരിചരിക്കുന്നു. പുഞ്ചിരിയോടെ അമ്മ പറയുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ചിറകില്ലാത്ത മാലാഖ എന്നാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാളെ എങ്ങനെ പരിചരിക്കുന്നുവോ അതുപോലെ എന്നെയും ശുശ്രൂഷിക്കുന്നു.
എനിക്ക് തോന്നുന്നു അമ്മയും മാലാഖയാണ്. കാരണം എന്നെ ശുശ്രൂഷിക്കണമെങ്കിൽ ഒരു മാലാഖയ്ക്ക് മാത്രമേ കഴിയൂ. എല്ലാ അമ്മമാരും മാലാഖമാരാണോ? എനിക്കറിയില്ല. അങ്ങനെ ആകട്ടെ എന്ന് ആശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിലും സഭയിലും ധാരാളം കുഞ്ഞുങ്ങളിങ്ങനെ മാലാഖമാരെ പോലെ ഓരോ വീടുകളിലുണ്ട്. ഞാനെപ്പോഴും ഇങ്ങനെ ഭിന്നശേഷിക്കാരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം ആ കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെയേറെ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ചുരുക്കം ചിലരത് കണ്ടെത്തുന്നില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ധാരാളം മാതാപിതാക്കൾ തങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയ കുഞ്ഞുങ്ങളെ ഗിഫ്റ്റായിട്ട് കരുതി പൊതുസമൂഹത്തിൽ അവരുടെ കഴിവുകൾ അവതരിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷകരമായ ജീവിതം നയിക്കുന്നവരുണ്ട്. എന്നാൽ വേദനയോടെ പറയട്ടെ, വളരെ ചുരുക്കം ഒരു ആളുകൾ മാത്രം എന്താണെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താതെ അവരെ വീടിനുള്ളിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയും കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ധാരാളം അനുഭവങ്ങളുണ്ട്. ഒരു കുഞ്ഞിൻ്റെ കാര്യം ഞാനിങ്ങനെ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് അവിടെ ഇല്ല എന്ന് എന്നോട് തർപ്പിച്ച് പറയുകയാണ്. കാരണം ആ കുഞ്ഞിനെ സമൂഹത്തിൽ അവർ അവതരിപ്പിച്ചിട്ടില്ല. എനിക്ക് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈ എന്തെങ്കിലും സവിശേഷമായ കഴിവുകളുള്ള കുഞ്ഞുങ്ങൾ നമ്മൾക്ക് ദൈവം തരികയാണെങ്കിൽ അവരെ ഒരു മാലാഖയെ പോലെ പരിചരിക്കുമെന്നും കരുതുമെന്നും കരുതിയിട്ടല്ലേ നമുക്ക് നൽകുന്നത്. അപ്പം നമ്മൾ ദൈവത്തോട് കടപ്പെട്ടവരാണ്. നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ ഇതിൽ മാതാപിതാക്കളെക്കാൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അവരുടെ സഹോദരങ്ങളാണ്. സഹോദരങ്ങൾക്കാണ് അവരെ കുറച്ചും കൂടെ കണ്ടെത്താനും അവർക്ക് എന്താണ് കഴിവുകൾ. നമുക്കിപ്പം സാവിയോമോൻ്റെ കാര്യം തന്നെ എടുക്കാം. സാവിയോമോൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അവന് വരയ്ക്കാനുള്ള കഴിവുകളുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. പാട്ടുപാടി അതെന്നെ കൊണ്ട് അക്ഷരം പഠിക്കുന്നതിനും എഴുതിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവന് എഴുതാനുള്ള കഴിവ് ഉണ്ടെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ അവന് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു കൊടുക്കണം. ആ വായിച്ചു കൊടുക്കുന്നതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവൻ ബുക്ക് എഴുതാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ കഴിവുകൾ ഇതൊക്കെയാണെന്ന് ഞാൻ കണ്ടെത്തി. അതുകൊണ്ടാണ് നമ്മളിന്ന് വേർപിരിഞ്ഞു പോയ IAS ഉദ്യോഗസ്ഥനായിരുന്ന ഡി ബാബു പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, അവന് നല്ല കഴിവുണ്ട്, അവനൊരു എഴുത്തുകാരനായിട്ട് ഉയരണം. അതുകൊണ്ട് പത്രോസ് പൗലോസ് ലീഹന്മാരെ റോൾ മോഡൽസായിട്ട് എടുത്തിട്ട് അവരോടൊപ്പം നിൽക്കാൻ മോനോട് പറഞ്ഞു. അങ്ങനെ അവൻ്റെ കഴിവുകൾ കണ്ടെത്താനായിട്ട് ഞാൻ കണ്ടെത്തിയതിനോടൊപ്പം അവനോട് ചേർന്ന് നിൽക്കുന്നവരും അത് കണ്ടെത്തിയിട്ടുണ്ട്. ആ നിലയിൽ അവൻ്റെ വേദനകളെ കുറയ്ക്കാനും ആ കഴിവുകളിൽ ഉയരാനും അത് സമൂഹത്തിന്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സാഫ്നത്ത് ഖാന എന്ന ബുക്ക് സമൂഹത്തിന് എന്തുമാത്രം പ്രചോദനമായി. ഒരു കൊച്ചു ബുക്കാണ്, പക്ഷെ അത് നിറച്ച് ദൈവസ്നേഹമാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊരാളത് പറയുകയുണ്ടായി എന്നോട്, ഈ ബുക്ക് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റ് പോവുകയും വായിച്ചൊരു വൗ എന്ന് വെച്ചിട്ട് വളരെ അവാർഡുകൾ കിട്ടുകയും ചെയ്തേനെ. മലയാളത്തിലായതുകൊണ്ട് കൊച്ചു ബുക്കായിപ്പോയി. അതുകൊണ്ട് എന്നിട്ട് പോലും അത് വലിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാനും ഇടയായി. പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ഒന്ന് സ്നേഹത്തോട് ചേർത്ത് നിർത്തിയാൽ അവരുടെ കഴിവുകൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ള ഒരു കാര്യം. വളരെ ചേർത്ത് നിർത്തണ്ട. നമ്മുടെ കുറവുകളല്ലേ കുഞ്ഞുങ്ങളെ, അവർക്ക് ഒരു ചിറകേ കാണുള്ളൂ. ഒരു ചിറക് നമ്മളാവണം. അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കൊക്കെ ആകാൻ പറ്റും. അവരെ നടക്കാനും അവരെ പറക്കാനും പരിശീലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അവർക്ക് ചിറകുകൾ വേണ്ട, നമ്മുടെ ചിറകുകൾ കൊടുത്താൽ മതി. അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ ഇത്തരം കുഞ്ഞുങ്ങൾ വളരെ ഉപകാരപ്രദമാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ചെറുപ്പക്കാരായ കുട്ടികൾ യുവത്വം സഭയിൽ നിന്ന് അല്ലെങ്കിൽ സഭേതര കാര്യങ്ങളിൽ നിന്ന് കൗദാശിക ജീവിതത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്താണ് സാവിയമ്മൻ ഇങ്ങനെ പരിശുദ്ധ കുർബാനയോട് ഭയങ്കര ആരാധന എന്ന് പറഞ്ഞാൽ ആഴമായ ഒരു ആരാധനയാണ് അവന്. അങ്ങനെ അവൻ്റെ ഒരു സുഹൃത്തായ ഫാദർ ജിനോ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അവന് വിശുദ്ധ കുർബാന വീട്ടിലെത്തിച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ജിനുവച്ചൻ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ആ ദിവസമാകുമ്പോഴത്തേനും വളരെ ഈ ഭക്തിയോടെയും
ശ്രദ്ധയോടെയും വിശുദ്ധിയോടും കൂടി ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുകയാണ്. ആ സമയത്ത് അവൻ ജിനുവച്ചൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാനായിട്ട് അവൻ എത്രമാത്രം ആഴമായി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അവനൊരു കവിത എഴുതുകയുണ്ടായി. ആ കവിത പ്രസിദ്ധീകരിക്കുകയും ധാരാളം പേര് ആ കവിത കാണുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പരിശുദ്ധ കുർബാനയുടെ ശക്തിയും മഹത്വവും നമ്മളെക്കാൾ അറിവും വിവരവും ഉണ്ടെന്ന് വിചാരിക്കുന്ന വലിയ ആളുകളെക്കാൾ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള അനുഭവം ദൈവം കൊടുത്തിട്ടുണ്ട്. ബുദ്ധിമാന്മാരെന്ന് മർജൂച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയെന്ന് പറയുന്നില്ലേ തമ്പുരാൻ? ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഫാദർ രാജു പരുക്കൂർ, ഐരൂപ്പാറ മലങ്കര കത്തോലിക്ക ഇടവകയിലെ വികാരിയാണ്. സാവിയെക്കുറിച്ച് ഈ പ്രോഗ്രാം ചെയ്യുന്നതിൽ, അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിലും വളരെ സന്തോഷം അറിയിക്കട്ടെ. കഴിഞ്ഞ 5 വർഷമായി എനിക്ക് സാവിയെ പരിചയമുണ്ട്. ഒരു വികാരിയച്ഛൻ എന്നുള്ള നിലയിൽ ആണ് സാവിയെ ഞാൻ പരിചയപ്പെടുന്നത്. വിശുദ്ധ കുർബാന അനുഭവത്തിനു വേണ്ടി ആവശ്യപ്പെടുമ്പോൾ, വിശുദ്ധ കുർബാനയുമായി ചെല്ലുമ്പോൾ വളരെ ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, ദീർഘസമയം ഉപവാസത്തോടെ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് സാവിയയിൽ എനിക്ക് എപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ ലോകത്ത് എത്ര കണ്ട് സുഖവും സന്തോഷവും സമൃദ്ധിയും ലഭിച്ചാലും തൃപ്തിയില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ യുവത്വം വീണ്ടും വീണ്ടും സുഖങ്ങൾ അന്വേഷിച്ച് പരക്കം പായുമ്പോൾ, സന്തോഷത്തിൻ്റെ പുതിയ മേഖലകൾ കണ്ടെത്താനായിട്ട് തിരക്ക് കൂട്ടുമ്പോൾ, 26 വയസ്സുള്ള ഈ യുവാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ സന്തോഷമാണ്, ആനന്ദമാണ് ഒരു തരത്തിൽ അനുഭവപ്പെടുന്നത്. കാരണം ലോകത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളിൽ നിന്നും അകന്ന് ശാരീരികമായ അവൻ്റെ അസ്വാതന്ത്ര്യങ്ങൾ അവനെ മറ്റുള്ളവരെല്ലാം അകറ്റി നിർത്തുമ്പോഴും ആയിരിക്കുന്ന അവസ്ഥയിലായിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായി അവൻ വളരെ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അത് മറ്റെല്ലാവർക്കും ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുന്നതും അതിന് അവരെ പ്രേരിപ്പിക്കുന്നതുമാണ്. വലിയൊരു പോസിറ്റീവ് എനർജിയാണ് സാവിയുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നത്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിലധികമായി, അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിനേക്കാളും അധികമായി അവനുമായി സംസാരിക്കുമ്പോഴെപ്പോഴും ദൈവിക കാര്യങ്ങൾ, വിശുദ്ധരുടെ കാര്യങ്ങൾ, മാതാവിനെക്കുറിച്ചുള്ള ചിന്തകൾ, ജപമാലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് എപ്പോഴും അവനിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. നല്ല വണ്ണം പടം വരയ്ക്കുന്ന ആളാണ്. അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈശോയുടെ ഛായാചിത്രങ്ങൾ, പരിശുദ്ധ അമ്മയുടെ ഛായാചിത്രങ്ങൾ, വിശുദ്ധരുടേത്, നല്ല പ്രകൃതി രമണീയമായ സീനറികൾ, ഇതൊക്കെയാണ് വരച്ചത്. അതെല്ലാം അവൻ്റെ മനസ്സിൻ്റെ നന്മയും പരിശുദ്ധിയുമാണ് അതിലൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിലും എപ്പോഴും ദൈവത്തിൽ ശരണം പ്രാപിച്ച് ആ പൈതൽ ജീവിക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ജീവിത അവസ്ഥ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മുടേതല്ലാത്ത കാരണത്താൽ ഒരുപക്ഷെ നമുക്ക് ക്ലേശം അനുഭവിക്കേണ്ടി വരും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഗതി മാറി നമുക്ക് ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വരും. സന്തോഷവും സങ്കടവും ഒക്കെ സമ്മിശ്രമായി നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഏതവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിച്ചാൽ അതിലൊരു ആത്മീയ ആനന്ദം കണ്ടെത്താൻ സാധിക്കും എന്നതിന് സാവിയോ ഒരു ഉദാഹരണമാണ്. ഈ പരിപാടിയിലൂടെ സാവിയെ പരിചയപ്പെടുന്ന പ്രിയപ്പെട്ട എല്ലാ യുവതി യുവാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും സാവിയ വലിയൊരു മാതൃകയാണ്.
ദൈവത്തെ അറിയാൻ, നല്ല മനുഷ്യനായി ജീവിക്കാൻ ഈ സാവിയുടെ ജീവിതചരിത്രവും അവൻ്റെ ജീവിത സംഭവങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്കൊരു പ്രേരണയും പ്രചോദനവുമാകും. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രിയപ്പെട്ട സാവിയോയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് എൻ്റെ വികാരിയച്ഛൻ എന്ന രീതിയിലും ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉണ്ണിക്കുട്ടൻ്റെ പ്രാർത്ഥനാനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചില്ല, പരിശുദ്ധ കുർബാനയെക്കുറിച്ച്. പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് എന്നും ഒരു വലിയ ആത്മീയ ചൈതന്യം ഞങ്ങളിൽ നിറച്ചിരുന്നു. അത് ഒഴിവാക്കാനാവാത്ത ഒരു ജീവിത സാഹചര്യമായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അത് എൻ്റെ അനുഭവമാണെങ്കിൽ ഞാൻ 19ാമത്തെ വയസ്സിൽ മുതൽ കരിസ്മാറ്റിക് ധ്യാനം കൂടിയ അവസ്ഥ മുതൽ പിന്നീട് ഇങ്ങോട്ട് പരിശുദ്ധ കുർബാന ഒരിക്കലും ഏതെല്ലാം സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നാലും പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് അതിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടല്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വളരെയേറെ തിരക്കുള്ളപ്പോഴും പ്രഭാതത്തിൽ 3 മണിക്ക് ഉണരുന്നൊരു സ്വഭാവമുണ്ട്. 3 മണിക്ക് ഉണരുമായിരുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് 1 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നീട് അത്യാവശ്യം ജോലികളെല്ലാം തീർത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ജോലികളും ഒതുക്കിയതിന് ശേഷം പെട്ടെന്ന് കുളിച്ചിട്ട് ഓടി വണ്ടിയിൽ കയറിയിട്ട് പള്ളിയിൽ പോയിട്ട് സ്റ്റെപ്പുകളെല്ലാം ഓടി കയറിപ്പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി വരുന്ന ഒരു സാഹചര്യമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അത്രയും കഷ്ടതകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, അത്രയും റിസ്ക് എടുത്ത് ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഞാൻ ഈശോയോട് പറയും, ഞാൻ ഈ പള്ളിനടയുടെ ഓരോ സ്റ്റെപ്പും കയറുമ്പം ഇത്ര ആത്മാക്കൾ എണ്ണം പറയും, ഇത്ര ആത്മാക്കൾ എന്ന്. അപ്പോൾ ഓരോ സ്റ്റെപ്പും കയറുമ്പോൾ ഓരോ പള്ളിക്കൊക്കെ ചിലപ്പം 10, 30, 40 സ്റ്റെപ്പുള്ള സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങളിൽ മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ മോൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഞാൻ കാലെടുത്ത് വെക്കും, പറയും, ഈശോയെ, ഞാൻ ഇന്ന് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഓരോ സ്റ്റെപ്പ് ചവിട്ടി കയറുമ്പോഴും ഇത്ര ആത്മാക്കൾ ഇന്ന് സൗഖ്യം പ്രാപിച്ചിരിക്കണം, ഇത്ര ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചനം പ്രാപിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഈശോ അത് ഓക്കെ പറഞ്ഞിട്ട് ഓക്കെ ആണോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് വയ്ക്കും പള്ളിയിലെ ആളുകളുടെ. അപ്പം ഞാൻ കുറച്ച് ബാക്കിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ആളുകളുടെ എണ്ണം ഏകദേശം എനിക്കറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെ വളരെ അടുത്തൊരു കൂട്ടുകാരനായിട്ട് ഞാൻ ഈശോയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഈശോ എന്നോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും സത്യം. പല സമയത്തും മറ്റാരോടും പറയാൻ വയ്യാത്ത ദുഃഖങ്ങളും ഭാരങ്ങളും ഇറക്കി വയ്ക്കാൻ നമ്മൾ ഈശോയിനെയാണല്ലോ സമീപിക്കുന്നത്. അപ്പോൾ സക്രാരിയിൽ ഈശോ കാത്തിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയാൻ. ആ തുടിക്കുന്ന ഹൃദയത്തെ സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ ഓരോ ക്രിസ്ത്യാനികളും ഓടി അവിടെ എത്തേണ്ടത്. അത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സൗഭാഗ്യകരമായ ഒരു ജീവിത സാഹചര്യമല്ലേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. 1 കിലോമീറ്ററോളം ദൂരെയുള്ള ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാനയ്ക്ക് അവൻ പോയി തുടങ്ങി. അങ്ങനെ വികാരിച്ചനെ പോലും അത്ഭുതപ്പെടുത്തി. കാരണം മഴയത്ത് പോകാൻ പറ്റത്തില്ല. മഴയില്ലാത്ത സമയത്തൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെ വീൽ ചെയർ ഓടിച്ച് അവൻ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്ന് ഭക്തിയോടുകൂടി കുർബാനയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോരുന്നു. അത് തന്നെ മുതലെടുത്ത ഫാദർ ജോൺ അവനെ ഒരിക്കൽ സഭാ സമൂഹത്തിൽ പരിചയപ്പെടുത്തുകയും ആദരിക്കുകയും ഉണ്ടായി. ഇന്നത്തെ കാലത്ത് മറ്റൊരു നാട്ടിൽ മഴയെന്ന് കേട്ടാൽ പള്ളിയിൽ പോകാത്ത ജനമുള്ളിടത്ത് ഇതാ 90% വൈകല്യമുള്ള വലതു കൈ മാത്രം അനങ്ങുന്ന ഈ സാവിയോ എന്ന് പറയുന്ന യുവാവ് സ്വന്തം വീൽ ചെയർ ഓടിച്ച് പ്രതിസന്ധികളും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് അവൻ പള്ളിയിൽ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ഭാഗമാകുകയും അതിൽ പങ്കെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു മനോഭാവത്തെ
അദ്ദേഹം ഉയർത്തി സമൂഹത്തിൽ കാണിക്കുകയും ചെയ്ത് അവനെ ആദരിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ കുഞ്ഞുങ്ങളിലൂടെ സമൂഹത്തിനോ സഭയ്ക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഒരപേക്ഷയുള്ളത്. അമ്മയ്ക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വളരെ വലുതാണ്. പക്ഷേ അതെല്ലാം സാധ്യമാക്കി കൊടുക്കാൻ എന്നെക്കൊണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ശബ്ദമായി, എൻ്റെ ബലമായി അമ്മ എൻ്റെ കൂടെയുള്ളപ്പോൾ, അതിനേക്കാൾ ഉപരി എൻ്റെ ഈശോ എനിക്കൊപ്പമായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബലഹീനതയിൽ നിരാശപ്പെടുന്നില്ല. ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് ചുറ്റിനുമുള്ളവരെയും ഞാൻ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങേക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് താങ്ങും തണലുമായി എൻ്റെ അമ്മയെ എനിക്ക് തന്നതിന് 1000 നന്ദി. എന്നെപ്പോലെ ഒത്തിരി കൂട്ടുകാർ ഈ ലോകത്തുണ്ടാകും. അവർക്കും താങ്ങായി തണലായി ഈശോയെ അങ്ങ് എന്നും കൂടെ ഉണ്ടാകണമേ. ഈശോയെ, അങ്ങേക്ക് ഒത്തിരി നന്ദിയോടെ അങ്ങയുടെ സ്വന്തം സാവിയോ.